സ്വജനപക്ഷപാതം, അഴിമതി, ധൂർത്ത്, ധാർഷ്ട്യം ഇതിൻ്റെ പരിണിത ഫലമാണ് UDFന് കേരള ജനത സമ്മാനിച്ച 102 MLAമാരുടെ തിളക്കമാർന്ന വിജയം. ഈ വിജയത്തിനു വേണ്ടി കഴിഞ്ഞ കുറേ കാലമായി UDFൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ടീം UDF എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടിയാണ് പ്രവർത്തിച്ചത്. ടീം UDF എന്ന് പറയുമ്പോൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായി ഒരേ ചിന്തയ്ക്ക് വേണ്ടി, ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു. ആ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് UDFനുണ്ടായ ഉജ്ജ്വലമായ വിജയം. ആ വിജയത്തിന് ശേഷം 63 MLAമാരുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും, പാർലമെൻ്റ് ആണെങ്കിൽ MPമാരുടെ യോഗം വിളിച്ചു കൂട്ടും, അതല്ല അസംബ്ലി ആണെങ്കിൽ MLAമാരുടെ യോഗം വിളിച്ചു കൂട്ടും. ഹൈക്കമാൻഡ് ചില പ്രതിനിധികളെ ഇവിടെ അയച്ചു. അത് പഴയ കേരളത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന മുകുൾ വാസ്നിക്കും അതുപോലെ തന്നെ AICCയുടെ ട്രഷററായ വ്യക്തിയുമാണ് ഇവിടെ വന്നത്. അവർ MLAമാരുടെ യോഗം വിളിച്ചു കൂട്ടി. ആ യോഗം യുനാനിമസായ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ അവതരിപ്പിച്ചത് KPC പ്രസിഡൻ്റാണ്, പിന്താങ്ങിയത് പ്രതിപക്ഷ നേതാവാണ്. കോൺഗ്രസ് പ്രസിഡൻറ്റിന് കേരളത്തിലെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ടാണ് തീരുമാനമെടുത്തത്. അതിനുശേഷം ഒറ്റയ്ക്കൊറ്റയ്ക്ക് 63 MLAമാരെയും കണ്ടു. ആ 63 MLAമാരുടെയും ഒറ്റയ്ക്കുള്ള അഭിപ്രായം അവരാരാഞ്ഞു. പുറത്തു വരുന്ന കണക്കുകളനുസരിച്ച് ഇപ്പോൾ കോൺഗ്രസ്സിന് 100 MLAമാരുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരാൾ പറയുന്നു 45 MLAമാരുടെ പിന്തുണയുണ്ട്, വേറൊരാൾ പറയുന്നു 23 MLAമാരുടെ പിന്തുണയുണ്ട്, മറ്റൊരാൾ പറയുന്നു 23 MLAമാരുടെ പിന്തുണയുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഏതാണ്ട് 100-നടുത്ത് MLAമാർ കോൺഗ്രസിനുണ്ടെന്ന് കേൾക്കുന്നവർക്ക് തോന്നിപ്പോകും. ഈ MLAമാർ ആർക്കനുകൂലമായിട്ടാണ്, അവരെന്ത് അഭിപ്രായമാണ് പറഞ്ഞതെന്നുള്ളത് ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുന്ന എല്ലാവർക്കും അറിയാം ഓരോരുത്തർക്കും എത്ര MLAമാർ അനുകൂലമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഇനി പാർട്ടി ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നത്. കേരളത്തിലെ ടീം UDFനെ നയിച്ച ശ്രീ VD സതീശനൊരു ക്ലെയിം ഉണ്ട്. പ്രതിപക്ഷ നേതാവായി 5 വർഷക്കാലം പ്രവർത്തിച്ച് പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തി ഭൂരിപക്ഷമുണ്ടായിട്ടും പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ക്ലെയിമുണ്ട്. ഇവിടെ പാർലമെൻറ്റിൽ കാസർഗോഡ് മത്സരിച്ച് പരാജയപ്പെട്ട് ആലപ്പുഴയിൽ MLA ആയി, ഇന്ന് മന്ത്രിയായി, MP ആയി, കേന്ദ്രമന്ത്രിയായി, ഇന്ന് KSUവിൻ്റെ പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും ഒക്കെ ആയി, ഇന്ന് സംഘടനാ ചുമതല വഹിക്കുന്ന KC വേണുഗോപാലിനും ഒരു ക്ലെയിമുണ്ട്. ഈ ക്ലെയിമിന് വേണ്ടി അവർക്ക് അവസാന ശ്വാസം വരെ പൊരുതാം, യാതൊരു തർക്കവുമില്ല. ശ്രീ VD സതീശന് അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ നിരത്താം, അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും നിരത്താം, ശ്രീ KC വേണുഗോപാലിനും നിരത്താം. ഇതിപ്പോൾ ടീം UDF എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം ടീം UDF എന്ന് പറയുമ്പോൾ അതിനകത്ത് കോൺഗ്രസ് മാത്രമല്ല, മുസ്ലിം ലീഗുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ RSP ഉണ്ട്, CMP ഉണ്ട്, മറ്റ് ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ട്. ഒറ്റ MLAമാരുള്ള അനൂപ് ജേക്കബ് അടക്കമുണ്ട്. അപ്പോൾ ടീം UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരതിൽപ്പെടും. ശ്രീ VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ശ്രീ KC വേണുഗോപാലുണ്ട്, KPC പ്രസിഡൻ്റുണ്ട്, കോൺഗ്രസിന് 14 DCC പ്രസിഡന്റുമാരുണ്ട്, KPC ഭാരകളുണ്ട്. ഇവരെല്ലാം കോൺഗ്രസിൻ്റെ ടീമിൽപ്പെടുന്ന ആളുകളാണ്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ടീമിൽ പാണക്കാട്
സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, PMA സലാമുണ്ട്, ET മുഹമ്മദ് ബഷീറുണ്ട്. അതുപോലെ അവരുടെ ഒരു ടീമുണ്ട്. അവരുടെ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്, പ്രവർത്തകരുണ്ട്. അതാണ് അവരുടെ ടീം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം ടീം ചേരുമ്പോഴാണ് ടീം UDF എന്ന് പറയുന്നത്. ആ UDFൻ്റെ ഉജ്ജ്വലമായ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായിരിക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെക്കുറിച്ചെല്ലാം ഒരക്ഷരം പോലും പറയാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഹൈക്കമാൻഡ് നമുക്കറിയാം, എറണാകുളം മേയറാകാൻ വേണ്ടി ദീപ്തി മേരി വർഗീസ് ശ്രമിച്ചപ്പോൾ അവിടെ കൗൺസിലർമാരുടെ ഒരു ഭൂരിപക്ഷം കൗണ്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്കൊരു സേ ഉണ്ട്. പക്ഷേ MLA മാരുടെ മാത്രം പോരല്ലോ,